ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗ്യാസ് ലീക്കേജ് സെൻസറാണ് അസംബിൾ ചെയ്യുന്നത്. ഇതൊരു MQ5 സെൻസർ ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. ഇതിൻ്റെ മെയിൻ IC വരുന്നത് LM393. ഈ IC കൂടാതെ ഒരു COB ഉണ്ട്, ചിപ്പ് ഓൺ ബോർഡ്, കൂടാതെ 2 ട്രാൻസിസ്റ്റേഴ്സ്, 10 റെസിസ്റ്റേഴ്സ്, 2 ഡിസ്ക് കപ്പാസിറ്റേഴ്സ്, പിന്നെ വാർണിംഗ് ലഭിക്കുന്നതിനാവശ്യമായ സ്പീക്കർ, 2 LEDs. ഇത്രയുമാണ് ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പതിവ് പോലെ സർക്യൂട്ട് ബോർഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സാണ് ആദ്യം സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ റെസിസ്റ്റേഴ്സ് എല്ലാം ഒന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, സർക്യൂട്ടിൽ 6 1K റെസിസ്റ്റേഴ്സാണ് ഉള്ളത്. അതെല്ലാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5.1 ohmസിൻ്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 10K റെസിസ്റ്റർ ഒരെണ്ണമാണ് ഉള്ളത്, അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 330 ohmസിൻ്റെ ഒരു റെസിസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ റെസിസ്റ്റേഴ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്, 10 kilo ohmസിൻ്റെ വേരിയബിൾ റെസിസ്റ്ററാണ്, അതിവിടെ വരുന്നതാണ്. അപ്പോൾ സർക്യൂട്ടിൽ എല്ലാ കമ്പോണൻസും കൃത്യമായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും റെസിസ്റ്റേഴ്സ് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി കമ്പോണൻസ് സോൾഡർ ചെയ്യാം. അടുത്തതായിട്ട് LM393 സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കട്ടിങ്സ് ഇത് കറക്റ്റായി തന്നെ കൊടുക്കണം. ഇവിടെയാണ് പിൻ നമ്പർ 1 വരുന്നത്. അപ്പോൾ അതേ ഡയറക്ഷനിൽ നമുക്ക് IC ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് കൃത്യമായി തന്നെ സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് COB ആണ് സോൾഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിപ്പിൽ പ്രത്യേകിച്ച് അങ്ങനെ മാർക്കിങ്സ് ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഇത് സോൾഡർ കറക്റ്റായി വരുന്ന രീതിയിൽ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ചിപ്പ് സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലിവിടെയുള്ള കപ്പാസിറ്റേഴ്സ് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, C1 C2 സർക്യൂട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 104 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അത് S9012 ആൻഡ് 13 ആണ്. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഈ ഷേപ്പിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്തെടുക്കാം. ഈ ട്രാൻസിസ്റ്റർ കൃത്യമായി തന്നെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേരിയബിൾ റെസിസ്റ്റർ സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്പീക്കർ, അതിനു മുമ്പ് LED ഒന്ന് സോൾഡർ ചെയ്തെടുക്കാൻ. 2 LEDs ആണുള്ളത്, 2 യെല്ലോ LEDs ആണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീളം കൂടിയ ലെഗ് പോസിറ്റീവിലേക്ക് വെച്ചതിന് ശേഷം സോൾഡർ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് LED ഇവിടെയാണുള്ളത്, അതും പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻറ്റ് നമുക്ക് സ്പീക്കർ സോൾഡർ ചെയ്തെടുക്കാം. സ്പീക്കറിൽ ഇവിടെ പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, സർക്യൂട്ടിലും പ്ലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായി തന്നെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ലെഗിന് നീളം കൂടുതലുണ്ട്, പോസിറ്റീവ് ലെഗിന്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായി തന്നെ സോൾഡർ ചെയ്യാം. ഇനി ഈ സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്യാൻ അവശേഷിക്കുന്നത്
MQ5 ഗ്യാസ് ലീക്കേജ് സെൻസറാണ്. ഇത് പ്രത്യേകിച്ച് ഡിറക്ഷൻ ഒന്നുമില്ല. ഇതിൻ്റെ എയ്തർ സൈഡ് A1 A2, സെൻറ്റർ ലീഡ് എപ്പോഴും ഹീറ്റ് കോയിലായിരിക്കും, ഹീറ്റ് ആയിരിക്കും H. ഔട്ടർ സൈഡുള്ളത് B1 B2. അപ്പോൾ ഇത് എയ്തർ ഇങ്ങനെ ഒരു ഡിറക്ഷനിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിറക്ഷനിൽ വയ്ക്കാം. എങ്ങനെയായാലും ഈ സെൻസർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ സർക്യൂട്ട് അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 5 വോൾട്ടാണ് പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോൾ പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പവർ സപ്ലൈ LED ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഒന്ന് ലീക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, സെൻസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഈ പൊട്ടൻഷ്യോമീറ്റർ വേരിയബിൾ റെസിസ്റ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഹൈ ആകുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ പ്രൊജക്റ്റായിട്ട് ചെയ്യാവുന്നതും, കൂടാതെ നമ്മളുടെ കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് അസംബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ ഇതൊന്ന് വേരി ചെയ്താൽ മതി. ഒരുപാട് കൂട്ടിയാൽ ഇത് ഓട്ടോമാറ്റിക്കായി തന്നെ വർക്ക് ചെയ്യും. അതുകൊണ്ട് കൃത്യമായി തന്നെ അലൈൻ ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.